ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റകൾ ചോർന്നു പോകുന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം നമുക്ക് ഏതെങ്കിലും വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തേർഡ് പാർട്ടി വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് പോവുകയും നമ്മുടെ മൊബൈൽ ഫോണിലെ ഡാറ്റകൾ നമ്മുടെ പ്രൈവസികൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഷെയർ ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ നമ്മളുടെ മൊബൈൽ ഫോൺ ഹാക്കാകുന്നതൊക്കെ ഓരോ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നതിലൂടെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും. നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അബദ്ധവശാൽ നമുക്ക് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംശയം കുടുങ്ങിയ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് നമ്മൾ എന്താണ് പിന്നെ ചെയ്യേണ്ടതെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. ഞാനൊരു വെബ്സൈറ്റ് അറിയാതെ ക്ലിക്ക് ചെയ്ത് പോയി, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു വെബ്സൈറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡാറ്റകൾ സെക്യൂർ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, കണ്ടു വെക്കുക. കാരണം നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് നമ്മൾ അറിയാതെ കയറി പ്രവേശിച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡാറ്റകളുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യുകയാണ്. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിളിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഞാനിവിടെ ഒരു ന്യൂസ് ചാനലിൻ്റെ ഒരു വെബ്സൈറ്റ് ജസ്റ്റ് കാണിച്ചിരുന്നതിന് വേണ്ടി ഇതുപോലെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ശേഷം നമുക്ക് ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് മുകളിലായിട്ട് കാണാൻ സാധിക്കും. ഈ അഡ്രസ്സ് ഇവിടെ കാണാൻ സാധിക്കുന്ന അഡ്രസ്സ്, ഈ അഡ്രസ്സിൻ്റെ ഗൂഗിളിൽ നിന്ന് കാണുന്ന ഈ അഡ്രസ്സിൻ്റെ ആദ്യ ഭാഗത്ത് ഒരു 2 ലൈന് കാണാൻ സാധിക്കും. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഭാഗം, അതിനകത്തൊന്ന് ക്ലിക്ക് കൊടുക്കുക. നിങ്ങൾ അബദ്ധവശാൽ ഏതെങ്കിലും സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതുപോലെ 2 ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണക്ഷൻ ഈസ് സെക്യൂർ എന്നും കുക്കീസ് ആൻഡ് സൈറ്റ് ഡാറ്റ എന്നും അതുപോലെ തന്നെ ലാസ്റ്റ് വിസിറ്റ് ടുഡേ എന്നുള്ളതൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ കണക്ഷൻ ഈസ് സെക്യൂർ എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ സാധിക്കും. ഈ വെബ്സൈറ്റ് എവിടെ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ ഈ വെബ്സൈറ്റ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ കുക്കീസ് ആൻഡ് സൈറ്റ് ഡാറ്റ എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ വെബ്സൈറ്റിൽ കയറിയ ഉടനെ നമ്മുടെ ഡാറ്റകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ചെയ്യും, കുക്കീസിലൂടെ സേവ് ചെയ്യും. നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്കാകുന്നതൊക്കെ പ്രധാനമായിട്ടും ഏതെങ്കിലും വെബ്സൈറ്റിൽ നമ്മൾ കയറുമ്പോൾ നമ്മുടെ ഡാറ്റകൾ കുക്കീസിലൂടെ സേവ് ആകുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്ന ഈ ഡാറ്റ കുക്കീസ് എന്നുള്ള കുക്കീസ് ആൻഡ് സൈറ്റ് ഡാറ്റ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് നോക്കുക. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ 732 KB എൻ്റെ ഡാറ്റ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും അവസാനം ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റിൽ കയറിയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡാറ്റകൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് അതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഓർത്ത് വെക്കുക. ഈ വെബ്സൈറ്റിൽ നമ്മൾ എപ്പോഴെങ്കിലും നേരത്തെ എപ്പോഴെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അതിവിടെ മൂന്നാമതായിട്ട് കാണാൻ സാധിക്കും, ലാസ്റ്റ് വിസിറ്റ് ടുഡേ എന്ന്. ഇത് ഇന്ന് രാവിലെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലാസ്റ്റ് വിസിറ്റ് ചെയ്ത് ഇന്നത്തെ ദിവസം ലാസ്റ്റ് വിസിറ്റ് ചെയ്ത ആ ഒരു ടുഡേ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസങ്ങളിൽ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ സാധിക്കും. ഇത് അവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഓപ്പൺ ചെയ്ത ഓരോ ഡാറ്റകളും ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഈ സെറ്റിങ്സ് കുക്കീസ് ആൻഡ് സൈറ്റ് ഡാറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഡാറ്റ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ ഏറ്റവും അവസാനം ഡിലീറ്റ് ചെയ്യുക. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റ് അറിയാതെ ഓപ്പൺ ചെയ്തു പോയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റ് നമ്മൾ കയറി ആ വെബ്സൈറ്റിലേക്ക് എന്തെങ്കിലും ഡാറ്റകൾ ഷെയർ ചെയ്ത് പോയിട്ടുണ്ടോ എന്ന് പേടിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ അതിൻ്റെ കുക്കീസ് ഡാറ്റ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ ഡാറ്റകളുമായിട്ട് ആ വെബ്സൈറ്റ് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞു വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.